പത്രം തുറക്കാൻ പേടിയാ. എന്തിനും തർക്കവും ബഹളവും വഴക്കും തന്നെ. സ്നേഹമില്ല. സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അറിയാ, നമ്മളെ കുഞ്ഞുനാളിലെ. അപ്പൊ അതൊക്കെ എവിടെ ഇരിക്കണത്? ആർക്കും ക്ഷമയില്ലല്ലോ. എടുത്തേട്ടാ ഒന്ന് പറയാൻ രണ്ടൊരു തമ്മിൽ തല്ലും, വസ്തു തർക്കവും, പൈസ, അത് ഇതിന്റെ പേരിൽ ആർത്തി മൂത്ത ആൾക്കാര്. എന്താ ഒരു ഒത്തൊരുമ, ഒരമ്മ വെറ്റ അളിയന്മാര്. എന്നാ ചായ കുടി. അളിയാ മാക്രിക്ക് മസിൽ വന്ന എവിടെ പോന്നു? വീട് മാറി. നമ്മളെവിടെ അല്ലേ? അല്ല, എന്റെ പെങ്ങളുടെ വീട്ടിലെ രണ്ടാളിയന്മാരുണ്ട്. അവരിങ്ങനെ ഒരുമിച്ച് ജീവിക്കണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് കുഴപ്പമായി. നമ്മൾ സ്നേഹത്തോടെ ഒരുമയോടെ ഇരിക്കുന്നത് ആർക്കും പിടിക്കുന്നില്ല. സത്യം പറഞ്ഞാ ഇവര് തമ്മിലൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവരാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്, ചീത്തയാക്കുന്നവരാ. എന്ത് പറ്റിയത് ഇവിടെ? തങ്കം, തങ്കം, ഒന്നുകൂടി വന്നാരി, ഒരു അത്ഭുതം കാണിച്ചു തരാം. രണ്ടുപേര് ഒരുമിച്ചിരിക്കുമ്പോ വലിയ ഇത് കനകൻ അടുത്തടുത്തിരിക്കുന്നു, പത്രം വായിക്കുന്നു. പത്രം പങ്കിട്ടിട്ട് വായിക്കും. അല്ലല്ല, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. അപ്പൊ ഞങ്ങൾ അടുത്തിരിക്കുന്നതാണ് വലിയ കുഴപ്പമായി പോയി. ഇവര് തന്നെയാണ് പല പ്രശ്നങ്ങളും പറഞ്ഞ് നമ്മൾ തമ്മിൽ അടുപ്പിക്കണേ. അതിപ്പോ മനസ്സിലായല്ലോ. എന്തായാലും ഉണ്ടല്ലോ, എനിക്ക് 6 മണിക്ക് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് വരാൻ പറ്റിയത് നന്നായി. കാരണം ഇങ്ങനെ ഒരു കൺകുളിർക്ക് ഒരു കാഴ്ച കാണാലോ. അമ്മാവൻ വന്നോണ്ട് എനിക്കും ആ കാഴ്ച കാണാൻ പറ്റും. അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഇപ്പൊ ഈ കഴുത്തിലെ മുഴ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണല്ലോ. അതുകൊണ്ട് കീറിയിട്ട് എന്തോ ടെസ്റ്റിനെ വിട്ടു. ബയോപ്സിക്ക് അയച്ചു. അയച്ചു, ഒരു കുഴപ്പമില്ല. അതെന്തോ ചൂടുകൂരാ. അതൊരു ഭാഗ്യല്ലേ. പിന്നെ അമ്മ അതിപ്പോ അനിയത്തിനെ കണ്ടിട്ട് കുറെ കാലായില്ലേ, കണ്ടപ്പോ അവിടെ നിക്കണം. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന്. അമ്മ എന്തെങ്കിലും കാര്യം കിട്ടാൻ കാത്തിരിക്കും. അതുകൊണ്ടല്ലേ അവിടെ സഹായത്തിനൊക്കെ ആള് വേണ്ടേ, ആഹാരം വെക്കാനല്ലേ. പിന്നെ അടുക്കളയിൽ ആള് വേണ്ടേ അവിടെ? പിന്നെ പോടെ അവിടുന്ന് ഒരു ആളും വേണ്ട അവിടെ. എല്ലാ കാര്യം അളിയനാ നോക്കണം. ശിവാനന്ദമ്മ പിന്നെ കഴുത്തിലെ മുഴ വന്നു എന്ന് അറിഞ്ഞ മുതൽ നിലം തൊടിയിച്ചിട്ടില്ല. തുണി തിരുമ്പി കൊടുക്കണു, പാത്രം മോർന്നു, ഭക്ഷണം വെച്ചു കൊടുക്കണു, എല്ലാ പണിയെടുക്കും. അത്ഭുതം തോന്നിപ്പോയി. ഇന്നലെ രാത്രി ഞാൻ പോരാണല്ലോ, സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ചപ്പാത്തിയും കിഴങ്ങ് കറി. ആ ചപ്പാത്തി ഒന്ന് പിടിച്ചു നോക്കണം, എന്റെ കനക പൂവ് പോലെ. ഇവിടെ ഓരോന്ന് ചപ്പാത്തി ഉണ്ടാക്കും. അത് കീറി മുറിക്കണമെങ്കിൽ 2 കൈയും പറ്റില്ല. എവള് മെനിയാന്നുണ്ടാക്കിയ ചപ്പാത്തി ഞാൻ വട്ടവാളി കൊണ്ട് മുറിപ്പിച്ചോണ്ടൊന്നു. നമ്മളാണ് ഉണ്ടാക്കുന്ന ചപ്പാത്തി മൂടി കിടക്കാം നമുക്ക് പുതപ്പായിട്ട്. അതിനൊക്കെ കൈപുണ്യം വേണം, കൈപുണ്യം. അത് തന്നെ. ഭർത്താക്കന്മാരെ ഉണ്ടാക്കി തന്നെ തിന്നാനേ ഭാര്യമാർക്കൊരു യോഗം വേണം. പിന്നേന്നല്ല, ഞങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി മറ്റേ മുറിക്കാനും പുതയ്ക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ മുറിക്കാനും പുതയ്ക്കാനും ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? നീ 24 മണിക്കൂർ അടുക്കള കാണാനല്ലേ, പിന്നെന്താ അങ്ങനെ പറയുന്നത്? അതെ, 24 മണിക്കൂർ അടുക്കളല്ല, തിന്നാനും കുടിക്കാനും. അളിയാ നന്ദി എന്ന് പറയുന്നത് ശകലം ഇല്ലളിയാ അവള് മറക്കുന്നു. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലോ അയ്യോ. നിങ്ങൾ എന്താ ചെയ്തു തന്നിട്ടുള്ളത്? എടി എന്താ ചെയ്തു തരാത്തെ? ഒരു കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ടോ? ഒരു ചമ്മന്തി അതരച്ചു തന്നിട്ടുണ്ടോ? അളിയാ നമ്മൾ ആണുങ്ങള് കുടുംബം പോറ്റാനായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ടവന്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് വല്ല നക്കാപ്പിച്ച കിട്ടി അത് കൊണ്ടുവന്ന് കുടുംബത്തിനെ പോറ്റി കുടുംബത്തിനെ സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിരിക്കുമ്പോ ഇനി അടുക്കളയിൽ കയറി ഇതും കൂടെ ചെയ്തു കൊടുക്കണമെന്ന്. നീ ആരുടെ കാര്യം പറഞ്ഞു? ഞാൻ നിന്റെ കാര്യം. അല്ല, അങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആണുങ്ങളെ അടച്ചാക്ഷേപിച്ചാൽ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. പനി വന്ന് കിടക്കാവോ? ചൂടുവെള്ളം തിളപ്പിച്ച് പോലും തരത്തില്ല. അത് ഈ പനി പോലെ നിസാരല്ല. നിങ്ങളുടെ കഴുത്തിന് അതേമാതിരി മുഴ വരട്ടെ, അപ്പൊ ഞങ്ങൾ ആണുങ്ങൾ ചെയ്ത് കാണിച്ചു. എന്റെ മോളെ ഇത് അതൊന്നുമല്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ അറിയണം. ഇത് അറിയാൻ പാടില്ലാതെ ഈ പ്രസംഗം അല്ല. എല്ലാ വീട്ടിലും ഈ ആണുങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യാത്ത അറിയാഞ്ഞിട്ടാന്ന് കരുതി. അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? അതുകൊണ്ടാ ഞങ്ങൾക്ക് അടുക്കള കയറി പാചകം ചെയ്താൽ മതിയാ. ഒരുപാട് ജോലിയില്ലേ വെളിയിൽ. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ജമന്തി പോസ്റ്റ് കയറാൻ പോവാ. നീ എന്റെ പൊതുപ്രവർത്തനം നല്ല അന്തസ്സായിട്ട് ചെയ്തിട്ട് വരും. ഇത് തന്നെയാണ് അടുക്കള കേറുമ്പോ അറിയാം. ഒരു കാര്യം അറിയാല്ല, ആണുങ്ങൾ അന്തസ്സായിട്ട് പാചകം ചെയ്യും. പെണ്ണുങ്ങളൊക്കെ നന്നായിട്ട് ആണുങ്ങളാണ് പാചകം. ഉറപ്പല്ലേ? ഞാൻ ഒരു കാര്യം പറയാം, പുരാണം നോക്ക്, നാളെയാണ് പാചകം ചെയ്യണത്, നളിയല്ലേ. വലിയ ഹോട്ടൽ ആരാ ചെയ്യുന്നത്? ആണുങ്ങളല്ലേ ചെയ്യുന്നത്. നമ്മളെ കുമാരന്റെ ഷാപ്പിൽ ആരാണ് ഇത്ര നന്നായിട്ട് കറിയോ? ആണുങ്ങളാ.
നിങ്ങൾ ഇങ്ങനെ അവിടുത്തെ ഇവിടുത്തെ ലോകത്തെ കാര്യം പറയാതെ ഈ കുടുംബത്തെ കാര്യം പറയാം. നിങ്ങൾക്ക് എന്തറിയാൻ ചെയ്യാനായിട്ട്? നിങ്ങൾക്ക് എന്ത് വേണം? ആ, എന്തറിയാം? ചെയ്ത് കാണിക്കണം. ഒരു ദിവസം പെണ്ണുങ്ങൾ അടുക്കള കയറിയില്ലെങ്കിലേ പട്ടിണി കിടക്കും. നിങ്ങൾ അല്ലെങ്കിൽ കടയിൽ പോയി മേടിച്ചിട്ട് വരും, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങൾ പെണ്ണുങ്ങളെക്കാൾ നന്നായിട്ട് പാചകം ചെയ്യാൻ ഞങ്ങൾ ആണുങ്ങൾക്ക് അറിയാം. അതാ ചെയ്യൂല. പറ്റുണ്ട്. ഞങ്ങൾ ചെയ്യുന്നൊക്കെ നന്നായി നിങ്ങൾ ചെയ്യോ? വർത്താനത്തിനേ ഉള്ളൂ. നിങ്ങളെ കണ്ടിട്ട് അളിയാ ഈ നാക്കും കൂടെ എവളുമാർക്ക് കൊടുക്കാതിരുന്നെങ്കിൽ ഉണ്ടോ? അയ്യോ ബെറ്റ് വെക്കാം. ഇന്ന് 10 മണിക്കുള്ള ചപ്പാത്തിയും കിഴങ്ങ് കറി നമ്മളും വെക്കണു, ഇവരും വെക്കണു. ആര് വെച്ചതാ ടേസ്റ്റ് നോക്കാം. അതായത് നമ്മള് വേറെ വെക്കുന്ന അവര് വേറെ എങ്കിലും ടേസ്റ്റ് അറിയാൻ പറ്റും. എന്ത് പറയണു? ശരി, ചപ്പാത്തി കിഴങ്ങ് ഇതാണ് ഞങ്ങളോട് മത്സരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ തോക്കും. വാചകം അടിക്കാത്ത കാര്യത്തിലേക്ക് ഇറങ്ങും നിങ്ങൾ. ആരാ വാചകം അടിക്കണ? നിങ്ങളല്ലേ. ഇനി നിങ്ങൾ ബെറ്റിനുണ്ടോ? സമ്മതിച്ചോ ഇല്ലയോ അത് പറയും. ഞങ്ങളോട് മത്സരിക്കാൻ നിങ്ങളുണ്ടോ? ഞങ്ങള് പറ്റി വെക്കണം. എന്നാ ശരി, ആര് ജയിക്കണോ അവർക്ക് ഇന്ന് ഉച്ചക്ക് അമ്മാവന്റെ വക ബിരിയാണി. ജയിക്കണ പറയുമ്പോ ടേസ്റ്റ് കൂടുതലുള്ള ആർക്കാണ്? അതാണ് ആരുണ്ടാക്കുന്ന ചപ്പാത്തിക്കും കിഴങ്ങ് കറിക്കാണ് ടേസ്റ്റ് കൂടുതൽ. മീൻസ് നമ്മളാണ് കൂടുതലെങ്കിൽ അവര് നമുക്ക്. അല്ലല്ല, ഞാൻ അവർക്ക് ബിരിയാണി മേടിച്ചോളൂ. അപ്പൊ ഇപ്പൊ തന്നെ മേടിച്ചോ? ഇപ്പൊ തന്നെ മേടിച്ചോ? പിന്നെ വിശ്വാസം തോക്കുന്നവരുണ്ടാവണം. അതാ ഇതെന്തെന്നറിയാമോ അമ്മാവാ, ഇവളുമാരെ ഉണ്ടാക്കി തരണ എന്തും നമ്മൾ ഒരു വകയും പറയാതെ തിന്നു. ആ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് തോക്കുന്നവരെ മതി. മോളെ, നിങ്ങൾ ജയിച്ചാൽ അമ്മാമ്മ ബിരിയാണി മേടിച്ചു തരും. ഞങ്ങൾ ജയിച്ചാൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൂടാനുള്ള സമ്മാനം പറ്റുമോ? നിങ്ങൾ തോറ്റാല് ഈ ഇടക്കിടക്ക് സന്ധ്യക്കുള്ള ഈ പരിപാടി ഇല്ലേ അതങ്ങ് നിർത്തിയാക്കണം. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റ് ഞങ്ങളെ കുടിപ്പിച്ച് ഇറങ്ങുള്ളൂ. അപ്പൊ ജയിച്ചു അടിക്കാതില്ലേ? നീ ചുമ്മാ ചുമ്മാ നമ്മളെ മദ്യപിക്കാൻ വയ്യ. അതെ, വെറുതെ നിങ്ങൾ ജയിപ്പിക്കല്ലേ? ഞങ്ങൾ എന്നും കഴിക്കേണ്ടി വരും. വർത്താനം പറഞ്ഞിരിക്കാതെ അടുക്കളയിലോട്ട് പോകാൻ നോക്കും. ഞങ്ങക്ക് 10 മിനിറ്റ് മതി. എന്നാ ഒരു മിനിറ്റ്. എന്റെ മൊബൈൽ അല്ല, ടോസ് ഇടാം. അടുക്കളക്ക് ടോസ്. ഞങ്ങൾക്ക് ഏതെടുക്കള, നിങ്ങൾക്ക് ഏതെടുക്കണം. അതെന്താ അറിയോ, ചില ഈ അടുക്കള എന്നത് കിട്ടോണ്ടാണെന്ന് പറഞ്ഞു ഞാൻ പറയാം. അവസാനം പറയൂ. അപ്പോ ഹെഡ് വീണാൽ കനക ആണുങ്ങൾക്ക് നമ്മുടെ അടുക്കള. അല്ല വേണേ ഒരു ഹെഡ് ഇട്ടല്ലോ. ഞങ്ങൾക്ക് എന്താ അപ്പൊ ഹെഡ് വീണാൽ നമുക്ക് ഈ അടുക്കള, അവർക്ക് അടുക്കള. ഹെഡ് വീണാൽ മതി, മനസ്സിലായി. അമ്മ വിട്ടോ. ഇതാണ് അല്ലാതെ ഇതിലൊക്കെ സംഭവം പറഞ്ഞപ്പോ വെല്ലു വിളിച്ചിട്ടൊക്കെ വന്നു. എനിക്കിപ്പോ ഇത് കണ്ടിട്ട് യുദ്ധഭൂമി കൊണ്ട് നിർത്തിക്കണ പോലെയാണ്. അതിനൊക്കെ പരിചയം വേണം. ഇത്ര കൊല്ലായി ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കി തിന്നണു ഞാൻ. നിന്റെ അടുത്താണ് അവരുടെ വെല്ലുവിളി. തുടങ്ങിക്കോ. ഗോതമ്പ് മാവ് എടുത്തിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കുഴക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരിയോടെ സംഭവം ഉണ്ടായിരുന്നു. അതെ, പുതുതായിട്ടൊരു ഉറുമ്പ് കടിക്കാൻ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉഷാറായിരുന്നു സംഗതിക്ക്. പേടിക്കണ്ട, ഇന്ന് നമ്മൾ ബെറ്റില് ജയിക്കും. നിനക്ക് ഉറുമ്പടിക്കണ വേഗം മാവൊന്ന് വിളിച്ചേ. നാത്തൂനെ നമുക്കൊന്നു പോയി സഹായിച്ചാലോ അവരെ? ഒരാവശ്യമില്ല. അഹങ്കാരം അത്രയൊന്നും ആയിരുന്നില്ലല്ലോ. ഒരു കാര്യമില്ലാതെ കൂടെ ഏറ്റെടുത്തല്ലേ അങ്ങോട്ട് ചെയ്യട്ടെ. അങ്ങോട്ട് അമ്മാന്റെ കറിക്ക് നല്ല മണമുണ്ട് കേട്ടാ. മകനെ, ഇത് ഇന്ത്യയുടെ ഭൂപടം. ഇത് എന്തോന്നല്ലേ, ഇത് മാപ്പ് ഉണ്ടാക്കണം. നീ പരത്തി ശരിയായില്ലേ? പിന്നെ കുറച്ച് എണ്ണ എടുത്താണ് അങ്ങോട്ട്. ഒവ്വ, എന്നോട് കുഴപ്പമൊന്നുമല്ല. നിനക്ക് സത്യത്തിൽ നീ അടുക്കള കയറിയിട്ടുണ്ടാണ്. ഞാൻ പറഞ്ഞ ജോലി കൃത്യമായിട്ട് വേണ്ട. മാവ് നീ അത് മാറ്റി ഞെട്. അത് ഞെട്. അല്ലല്ല, ഇത് എളുപ്പ പണി ഉണ്ടായിരുന്നു. ഓ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇനി നമ്മളിങ്ങനെ നീ ചാണാൻ പൊഴിയണം. കറി തിളച്ചടാ. കറി തിളച്ച് അവിടെ പോയിരുന്നു. 2 രമ്പയും കൂടി ഇടാം. രമ്പ ഇടാം. രമ്പയെ പോയി കൊണ്ടുവരണമെങ്കിൽ പക്ഷേ തമിഴ്നാട്ടിൽ പോകണം. നല്ല അസല് മണം. അമ്മാവൻ പുറത്തൊന്നും ഇറങ്ങരുത്. ബംഗാളികൾ കണ്ടാ പൊക്കിക്കൊണ്ടുപോയി പൊട്ടറ്റ കറി വെക്കാനായിട്ട്. കിഴങ്ങ് കറിക്ക് വെക്കാൻ വേണ്ടി ഒരു കിഴങ്ങ്
ജലദോഷോ? ആവൂടാ 10 മണിക്കാ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഓ കുട്ടികൾ അളിയ അതിന് നോവൂല, നീ അങ്ങോട്ടൊന്ന് അമർത്തി പരത്തണേ. എടാ ഇതിങ്ങനെ പരത്തി വെച്ച പോലെ ചുടണ്ടേ? എന്റെ കറി ആയി തുടങ്ങിട്ടാ. അതെ വേറെ കാര്യം അറിയാ, കറി തിളയ്ക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. എന്റെ വീട്ടില് ഇന്നേ വരെ തങ്ക ഇത്രയും വൃത്തിയായിട്ടൊരു കറി വെക്കണം ഞാൻ കണ്ടിട്ടില്ല. സത്യം. ജമന്തിയാണ് പിന്നെ ഇതൊന്നും അറിഞ്ഞേ കൂടാ. അഴകേശം വെച്ച കറിയാണത്. അതൊരു അഴകുണ്ടല്ലേ? ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അതെ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ, ഇതൊക്കെ വെക്കാൻ അറിയാമല്ലോ, ആരെങ്കിലും ആയിട്ട് സൗഹൃദം വല്ലതും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ, ഇടയ്ക്കിടയ്ക്ക് മറ്റേ സിനിമയില് ഇന്നസെന്റ് പോകും കണക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. കനക കിഴങ്ങ് ഉടയണ്ട, ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. നിർത്തിക്കോ, നിർത്തിക്കോ, പാകായി. ഇതെല്ലാം കണക്കാണോ? ഉപ്പും മുളകും പൊടി. ഇവിടെ ഒരു ശരിക്കൊരു ഭണ്ടാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് കണ്ടാ പിടിക്കും. ഭണ്ടാരോ? അല്ലടാ വെപ്പുകാരൻ, ഭക്ഷണം പാകം ചെയ്യുന്ന ആള്. ഇതിന്റെ മണം കേട്ടാ അറിയാം. അണ്ടാ ഉപ്പ് കറക്റ്റ് ആണ്, മുളക് കറക്റ്റ് ആണ്, എല്ലാം റെഡിയാ. വെള്ളം ഊറിയിട്ടേ. ശരി കേട്ടോ. പക്ഷെ പൊട്ടല് ഉടയല്ലേ, ഇതൊക്കെ ഇവളുമാര് വെക്കുമ്പോ ഉടച്ച് അതിനെ ഇതിങ്ങനെ ഇങ്ങനെ കഴിക്കണല്ലേ നമുക്ക്? നോക്ക് ലേശം ലേശം എനിക്കൂടെ താഴെ. ഞാൻ എപ്പോഴേ ഒരു കൂട്ടി ഒരു ചപ്പാത്തി കഴിക്കാൻ വേണ്ടി എന്റെ മണം കേട്ടാ അറിയാം, എന്റെ നിറം കണ്ടാ അറിയാം. അതെ ഗ്യാസും പോയി. ഒന്നാമത് നിങ്ങൾ വെല്ലുവിളിക്കരുത് ഈ പെണ്ണുങ്ങളെ. അവർക്കുള്ള കൈപ്പുണ്യൊന്നും നമുക്ക് പറ്റില്ല. ഇതിനൊക്കെ പെണ്ണുങ്ങളെ തന്നെ പറ്റൂ. രണ്ടമ്മാവന്റെ വർത്താനം പറയരുത് കേട്ടോ. അവിടെ നിന്ന് വലിയ ആളായി വെല്ലുവിളിച്ച് ഞങ്ങളെ കൂടെ ഇളക്കി തിരിച്ചിട്ട്. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും നിന്നപ്പോ ഞാൻ കൂടെ നിന്നൂന്നുള്ളൂ. അറിഞ്ഞൂടാത്ത പണിക്ക് ഇറങ്ങരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി അവര് ഒരു നേരം ആഹാരം തരുന്ന എനിക്ക് വേണ്ട. ആ രീതിക്കാണ് അവളിന്ന് പറഞ്ഞത്. അവര് തിന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കേണ്ടി വരും. ബിരിയാണി മാത്രമേ, ഇനിയിപ്പോ ഇതിന്റെ പേരൂടെ പറയാൻ പറ്റില്ല. അതെ ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇനി എന്ത് വൃത്തിയാക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും? എന്ത് ചെയ്യപ്പനി അതിൽ വേറെ എന്തെങ്കിലും കൂട്ടാൻ പറ്റുമോ? ഇതൊക്കെ ഓഫ് ചെയ്യും. അത് ഇതിനൊരു തീരുമാനം ആവട്ടെ. എന്താ ഒരു കാര്യം ചെയ്യാം, നമ്മൾ തോക്കാൻ പാടില്ലല്ലോ. തോക്കാൻ പാടില്ല. എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ചപ്പാത്തി പരത്തി റെഡി ആയിക്കോ. ചപ്പാത്തിയിൽ കൈ വെച്ചോളാം, ഞാൻ പരത്തിട്ടോളാം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അളിയ ആ പാത്രം, ആ പാത്രം മറ്റേ ചെറിയ പാത്രം അത് കൈ വെച്ചേക്കാനല്ലോ. കൈ പൊള്ളും. ഇനി അമ്മാവൻ തൊടണ്ട, തൊട്ടത്തോളം മതി. എന്ത് ചെയ്യുമെന്നാലോചിക്കാം. അല്ല ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് നിങ്ങൾ ആരെങ്കിലും മുളക് പൊടി ഒപ്പം അധികം ഇട്ടില്ലേ? തലമുടക്കോട് വെച്ചാൽ ഞാൻ നിങ്ങൾ ചപ്പാത്തി എടുത്തിക്കോ. ചപ്പാത്തി ഞാൻ പരത്തിക്കോളാം. അമ്മാവൻ തൊടണ്ട. ഇവിടെ മിണ്ടായിരുന്നാ ബാക്കിയകത്ത് മാവ് എടുത്ത് വെച്ചോട്ടോ. മിണ്ടായിരിക്കണോ? എടി വെച്ചേ ചായ നമുക്ക് കഴിക്കാറാൻ വിടാം അല്ലേ? അത് മതിയല്ലേ, തണുത്തു പോയാല്. അതൊന്ന് തട്ടിയിട്, അതൊന്ന് തട്ടിയിട്. അപ്പൊ ഗ്യാസിന്റെ അടി അടച്ചോന്ന് നോക്കിയേക്കെ. അടച്ചോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? കഴിഞ്ഞില്ലേ? ക്ലീറ്റോടെ കണ്ണിൽ എന്ത് മുളകൊടിയാണ്ട് വീണ്. അയ്യോ മോന്നടി. കനക ക്ലീറ്റോന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലേഡീസ് ഫസ്റ്റ് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം.
എന്തായാലും ഇത് ഞങ്ങളുടെ ചപ്പാത്തി, ചപ്പാത്തി ഒന്നും കാണട്ടെ, നിങ്ങള് മറ്റേ ഞങ്ങളുടെ കിഴങ്ങ് കറി. ഇത് ഞങ്ങളുടെ കിഴങ്ങ് കറി, ഇത് ഞങ്ങളുടെ ചപ്പാത്തി. ഇത് നിങ്ങളുടെ കിഴങ്ങ് കറി, ഇത് നിങ്ങളുടെ ചപ്പാത്തി. അവരെ ചപ്പാത്തി അവരെ കിഴങ്ങ് കറി. ശരി. അല്ല, എനിക്ക് സത്യമായിട്ടും എനിക്ക് നിങ്ങളുടെ ചപ്പാത്തി കാണണം. വേറെ ഒന്നല്ല, ഇത് പുതയ്ക്കാനാണോ മുറിക്കാനാണോ എന്നൊന്ന് കാണാൻ വേണ്ടിട്ടാ. അതെ, ഇതിപ്പോ കാണാനൊന്നുമില്ലല്ലോ. കാണാനെന്തിരിക്കുന്നു. കാണാൻ തോന്നുന്നു. ഇത് ഇങ്ങനത്തെ ചപ്പാത്തി നിങ്ങൾ എവിടെ ഇത് ഇതിന് നിന്റെ ഒരു മുഖം ഉണ്ടോ കനക? നോക്ക്, 2 കണ്ണ്, മൂക്ക്, ഇങ്ങനെ ഇരിക്കുന്നു. ഇതിന്റെ ആകൃത്യത്തിന് നോക്കണ്ട. അല്ല അമ്മാവ, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അറിയാത്തില്ല, നിങ്ങൾ ഈ ചപ്പാത്തി ഇങ്ങനെ എടുത്താണ് മെഴുകുന്നത്? അല്ലല്ലോ, കട്ട് ചെയ്തല്ലേ കഴിക്കുന്നത്. അപ്പൊ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, ചപ്പാത്തിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കറി അത് ബാലൻസ് ചെയ്യും. ഇതായാലും നമ്മളിങ്ങനെ നുള്ളിപ്പിച്ചല്ലേ കഴിക്കുന്നത്. പിന്നെ ഗോതമ്പ് കൊണ്ട് ഉരുട്ടി അങ്ങ് തിന്നടാ. നിങ്ങൾ ചപ്പാത്തി കേസ് വിട്, കറിയിലോട്ട് വാ. ഞങ്ങൾ ആദ്യം വിളമ്പാം. എനിക്കൊന്നും വേണ്ട, എനിക്കിരിക്കണ്ട. ആദ്യം നിങ്ങൾ കഴിക്കേ, ഞങ്ങൾ വിളമ്പാം. ആദ്യം ഞങ്ങള്. അതെ, എന്നാ ശരി. നിങ്ങളുടെ കിഴങ്ങ് കറി വിളമ്പും, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യട്ടെ. ആദ്യം ചപ്പാത്തി, ഞങ്ങൾ ഒരേ ചപ്പാത്തി. ചപ്പാത്തി വേണ്ട, നിങ്ങളുടെ ചപ്പാത്തി നിങ്ങളെ ചപ്പാത്തി നമ്മുടെ ചപ്പാത്തി ഒക്കെ ആദ്യം നമുക്ക് അവരുടെ ചപ്പാത്തി തിന്നണം, കിഴങ്ങ് കറി കഴിക്കണം. ഞങ്ങൾക്ക് അറിയാൻ വിളമ്പി തരാം. ആ ചപ്പാത്തി തന്നെ എന്താന്ന് കളിക്കുന്നത്? ഞങ്ങൾ ഒരു പാത്രത്തിൽ വിളമ്പിയാൽ ഞങ്ങൾ അറിയാം. നിങ്ങളെ പോലെ ഇതല്ല ഞങ്ങള്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങളുടെ കറി ഞങ്ങൾ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത്. ഫ്രൂട്ട് സലാഡ് കഷ്ണം മുറിച്ചിട്ടേക്കുന്നു. അല്ല, അത് തീരൂല. മിക്സി എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അതെ, ചവച്ചരച്ചല്ലേ തിന്നുന്നത്, അല്ലാതെ അങ്ങനെ വിഴുങ്ങല്ലോ. ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്. കാരണം ഇത് ഉരുളക്കിഴങ്ങ് കറിയാണ് അറിയണ്ടേ, അതുകൊണ്ടാണ് കിഴങ്ങ് കേടുവരാണ്ടേക്കണേ. ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം നമ്മൾ മണം, ഒരു വിഭവം എന്ന് പറയുമ്പോൾ ആദ്യം മണത്തിലൂടെ നമ്മൾ അറിയണം. പിന്നെ നമ്മള് കാഴ്ചയിൽ, പിന്നെയാണ് രുചി. ആദ്യത്തെ രണ്ടും പരാജയമായി. മണവും പോയി. ആർക്കാണ് ഇത് കണ്ടിട്ട് അറിയാ? എന്തിനിങ്ങനെ ഇപ്പൊ തന്നെ എനിക്കത് കണ്ടിട്ടു. ഇതിപ്പോ നമ്മളെ വായിൽ കയറുന്നത് കഴിക്കുമല്ലോ. കഴിക്കൊന്നുമില്ല, തിന്ന് നോക്ക്. അല്ല പിന്നെ അത് ഓലല്ല, അത് സർവ്വസുഗന്ധി അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് കളിയാക്കൊന്നും വേണ്ട, മര്യാദ കഴിക്കാം. അതെടുത്ത് കടിച്ചാലേ പല്ലളായി പോകും. ഉപ്പ് വെച്ചിട്ട് തിന്നാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ രണ്ടാളും നോക്കിയാൽ മതി. അത്രയ്ക്ക് ഉപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചപ്പാത്തിയോടെ ഇല്ലാതെ മാറ്റി എല്ലാ പ്ലേറ്റും എടുത്ത് വിളമ്പി നമ്മളെ ഇടറിയാ. ചപ്പാത്തി ചപ്പാത്തി വെച്ചു കൊടുക്കാം. അല്ലെ നമ്മുടെ നല്ലൊരു ഞങ്ങൾക്ക് വേണ്ട മുഖമുള്ള നല്ല സ്മൂത്തുള്ള പല ഷേപ്പിലും പല രീതിയിലും ഞങ്ങൾ ഉണ്ടാക്കി. ഏത് സ്റ്റൈലും കഴിക്കാം. കനക, നമ്മുടെ കിഴങ്ങ് കറിയോട് വിളമ്പി കൊടുക്കും. നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോകും. അളിയ നേരത്തെ പറഞ്ഞത് കാഴ്ചയിലുണ്ട്, മണത്തിലുണ്ട്, ഗുണത്തിലും ഉണ്ട്. കഴിക്കേ, ഞങ്ങളെ കിഴങ്ങറി കഴിക്കേ. അതിന് മുമ്പ് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറ. ആ പരിപാടിയൊന്നും വേണ്ട. മണം പിടിച്ചു, കാഴ്ചയിൽ ഭംഗിയുണ്ടായി, സ്വാഭാവിക റെസിപ്പി ചോദിക്കും. ഇടക്കൊന്നും ഉണ്ടാക്കണ്ടേ? വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ തോന്നുമ്പോ ഞങ്ങളെടുത്ത് പറഞ്ഞാ ഞങ്ങൾ ഉണ്ടാക്കി തരും. അതൊന്നും വേണ്ട. നമുക്കെന്ത് കുഴപ്പം? ആദ്യം ഉരുളക്കിഴങ്ങ് എടുക്കുക, അതിന്റെ തോലം കളയുക, അതിനെ നമ്മൾ അരിഞ്ഞങ്ങ് തള്ളുക, അതിനങ്ങോട്ട് മാറ്റി വയ്ക്കുക. സവാള എടുക്കുക, അതുപോലെ തള്ളുക, അരിഞ്ഞ് മാറ്റുക. തക്കാളി എടുക്കുക, അരിയുക, അരിഞ്ഞങ്ങ് മാറ്റുക. എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് അതെല്ലാം റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഉള്ളി ഇട്ടിട്ട് അതിന് വഴറ്റിയെടുക്കണം. എന്താ ഒരു മെറൂൺ കളറായി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇങ്ങനെ അല്ലേ ഉപ്പും ആവശ്യത്തിന് സാധനം ഇട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങിനെ അതിനിട്ടങ്ങ് തള്ളുക. അതാണ് ഈ മണം. കഴിച്ചു നോക്കുന്നേ, എന്താ കഴിക്കേ. എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഇവളുമാര്. സമ്മതിച്ചു കേട്ടോ. അല്ല, ഞാൻ കഴിച്ചു നോക്കട്ടെ, ഞങ്ങള് കഴിച്ചു നോക്കട്ടെ. മണത്തിലും കാഴ്ചയിലും ഗംഭീരം. ഞങ്ങള് തോൽവി സമ്മതിക്കാൻ പോവാ കേട്ടോ. എല്ലാം അമ്മാന്റെ ഈ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കിഴങ്ങേറിയല്ലേ ഉണ്ടാക്കിയത്? ഇതെന്ത് സാധനം? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കോളിഫ്ലവർ എന്ന് പറയും.
ഇതേ എടാ അളിയാ പോണം, നീ എന്റെ കോളിഫ്ലവർ തന്നെ വെച്ചാ. കർത്താവിനോട് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ചെയ്തില്ല. തർക്കിക്കല്ലേ? ആ? ഇല്ല. ഇട്ടാ ഞാനായിട്ട് കോളിഫ്ലവർ ഇട്ടാ. അതെ, അമ്മ ഈ ഞാൻ പേടിച്ചു. അയ്യോ, എന്തിനാ? ഈ കിഴങ്ങേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോളിഫ്ലവർ അവിടെ ഇരിക്കുന്നത്. അത് ഇതിനെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് പണ്ടേ അറിയാം. ഫ്യൂഷൻ ഫ്യൂഷൻ. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുത്തില്ലേ? പിന്നെ കിഴങ്ങിട്ട് എനിക്കൊരു കഷ്ണം കിഴങ്ങ് വേണം. എടുത്തു കൊടുക്കണം, എടുത്തു കൊടുക്കണം, കിഴങ്ങ് എടുത്തു കൊടുക്കണം. ഒന്നാ രണ്ടാ കഷ്ണം എടുത്തു കൊടുക്കും. എടുത്തു കൊടുക്ക. കിഴങ്ങ് കാണുന്നില്ല. എങ്ങനെയാ കിഴങ്ങ് കാണുക? കിഴങ്ങ് വേവിച്ചിങ്ങോട്ട് ഉടച്ചിങ്ങനെ പരിവാക്കിയിട്ട് ആ ഗ്രേവിയിലേക്കല്ലേ നമ്മൾ കോഴിഫ്ലവർ. അതാണത്ര കൊഴുപ്പ്. പിന്നെ ഒരുപാടൊന്ന് പറയുമ്പോഴേ കുഴമ്പായിട്ട് അനങ്ങാൻ പറ്റാത്ത പരിവായി പോകും. ഇനി ഞാൻ പറയണോ? ഇത് ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ കോളിഫ്ലവർ കറി. ക്ലീറ്റോന്റെ കണ്ണില് മുളക് പൊടി വാരിയിട്ട് എപ്പോ? ക്ലീറ്റോന്റെ കണ്ണില് മുളക് പൊടി വാരി ഇട്ടായിരുന്നു. വീണു വീണു വീണു. ആ സമയത്ത് ഞങ്ങളുടെ അടുക്കളയില് ഒരു കണ്ടൻ കള്ള പൂച്ച കയറി. ആ പൂച്ച ഞങ്ങളുടെ കറി അവിടെ നിന്ന് വേറെ പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് അങ്ങ് പ്രതിഷ്ഠിച്ച്. ഇനിയിപ്പോ കാര്യം പറയ്. ഇത് വ്യക്തമായിട്ട് പറ. അമ്മ, ഞാൻ അന്നേരം അമ്മാവിന്റെ അടുത്ത് പറഞ്ഞില്ല, ചുമ്മാ ആവശ്യമില്ല പെണ്ണുങ്ങളോട് തർക്കിക്കാൻ പോകും. അതെ, ഒരു കാര്യം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ചുമ്മാ അമ്മാവിന്റെ വിചാരിച്ചത് ആ. ഇതുണ്ടല്ലേ ഇതെന്റെ ചങ്കാണ്. എവൾ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാണ് എനിക്ക് ഈ തടി കണ്ടുകൊണ്ടായി. അതെ, പിന്നെ ഇതെന്താണ് എന്നെ പൊന്നെ പോലെയാണ് അവള് നോക്കണത്? അങ്ങനെയുള്ള ഭാര്യമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അല്ല, അല്ല, ഉടനെ അല്ല, 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 അമ്മ ഞങ്ങള് തമാശ ഒരു ടോസ് ഇടുക. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്നല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കരുത് കേട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ കച്ചവടം. കുടുംബത്തിലെ മുളകുപൊടി കളക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. അതെ, ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മോശമാണിത്. ഫോൺ വന്നു. അല്ലല്ല വിളിച്ചതാ. ഒരുപാട് അങ്ങ് കേറണ്ട കേട്ടല്ലോ. എടാ, ഇത് നളപാചകല്ല. എന്തുവാ? ചളപാചകം. അതിനൊക്കെ ഒരു മരുങ്ങുണ്ട്. നീ പറഞ്ഞ മറ്റേ ഹോട്ടലിലെ ആളും നാളനും ഷാപ്പിലും കറി ഉണ്ടാക്കുന്ന ആളൊക്കെ ഒരു ദിവസം നേരം വിളിക്കാൻ അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കിയതല്ല. അവരൊക്കെ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിനൊരു കൈപ്പാങ്ങുണ്ട്, അവർക്ക് കൈപ്പുണ്യമുണ്ട്. അതൊക്കെ കൊണ്ട് അവരുണ്ടാക്കിയതാ. അല്ല, അതെല്ലാം എല്ലാവർക്കും അങ്ങ് പറ്റൂല. കേട്ടല്ലോ? 3 കൂടെ ഇറങ്ങിയേക്കുവാ. തോപ്പിക്കാൻ ഇറങ്ങിയേക്കുന്നു. എന്നാ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പറഞ്ഞെടുത്തോളം മതി. അതല്ല, ബിരിയാണി മട്ടൻ വേണോ ചിക്കൻ വേണോന്ന്? മട്ടൻ. Alien versus Alien.